ഒരു പെൺകുട്ടി തന്റെ ജീവരക്ഷാർത്ഥം 1001 രാവുകളിലായി പറഞ്ഞ് വിശ്വവിഖ്യാതമായ 1001 രാവുകൾ എന്ന പുസ്തകത്തിലെ വിസ്മയിപ്പിക്കുന്ന മാന്ത്രിക ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അല്ലാഹുവാണേ, ഇവൻ നരകാവകാശിയാണ്. ഇതിവന്റെ സഹോദരിയാണ്. ഞാൻ വിലക്കിയിട്ടും ഇവർ ഈ ബന്ധം തുടർന്നു. ഇവരെ അല്ലാഹു ശിക്ഷിക്കട്ടെ. അദ്ദേഹം ശപിച്ചു. ശേഷം തിരികെ എത്തി എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അദ്ദേഹം വർഷങ്ങളോളം എന്നെ സ്വന്തം മകനെപ്പോലെ സംരക്ഷിച്ചു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്കൊരു രഹസ്യ വിവരം കിട്ടി. മന്ത്രിക്ക് ആരോ ഞാൻ എവിടെയാണെന്നുള്ളത് അറിയിച്ചു കൊടുത്തെന്നും ഇളയച്ചനെയും എന്നെയും തടവിലാക്കാൻ വരുന്നുണ്ടെന്നുമുള്ള വിവരമായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം എന്നോട് വേഷം മാറി ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ഇവിടുത്തെ ഖലീഫ ഹറൂൻ അൽ റഷീദിനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വരുന്ന വഴി ഈ സ്നേഹിതരെ കണ്ടുമുട്ടി. ഞങ്ങൾ ഒരുമിച്ച് യാത്ര പുറപ്പെട്ടു. അയാൾ തെല്ലു പറഞ്ഞു നിർത്തി. എല്ലാം കേട്ടുകഴിഞ്ഞു അവൾ പറഞ്ഞു, നിങ്ങൾ ഖലീഫയെ ചെന്ന് കണ്ട് സഹായം ചോദിക്കൂ. തിരിച്ചു ചെന്ന് നിങ്ങളുടെ രാജ്യത്തെ തിരിച്ചെടുക്കൂ. അടുത്തതായി രണ്ടാമത്തെയാൾ അവളെ സമീപിച്ചു. ഞാനും ഒരു രാജകുമാരനാണ്. ജ്ഞാനം കൊണ്ട് ഒരാൾക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഭവതി. എന്നാൽ ദൗർഭാഗ്യകരം, രാജകുമാരനായി ജനിച്ചിട്ടും എന്റെ ആയുസ്സിന്റെ നല്ല കാലം ഞാൻ വിറകുവെട്ടുകാരനായി, പിന്നെ ആൾക്കുരങ്ങായി ജീവിച്ചു. അയാൾ പറഞ്ഞു തുടങ്ങി, ഞാൻ തുർക്കിയിലെ ഒരു പേരുകേട്ട നാട്ടുരാജ്യത്തെ രാജാവിന്റെ മകനാണ്. അക്കാലത്തു ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല. പണ്ഡിതന്മാർ പോലും എന്നോട് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. അങ്ങനെയൊരിക്കെ ഹിന്ദുസ്ഥാനിൽ നിന്നും എനിക്കൊരു ക്ഷണം കിട്ടി. അവിടുത്തെ ഒരു മഹാരാജാവ് എന്റെ അറിവിനെക്കുറിച്ച് കേട്ടറിഞ്ഞു എന്നെ ആദരിക്കാൻ ക്ഷണിച്ചതാണ്. സമുദ്രങ്ങൾ താണ്ടിയും മരുഭൂമിയിലൂടെയും അതിസാഹസികമായ ഒരു യാത്രയായിരുന്നു അത്. എന്നിരുന്നാലും ഞാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങളൊരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു കൊള്ളസംഘം ഞങ്ങളെ ആക്രമിച്ചു. ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. കൂടാതെ വീശിയടിച്ച ഒരു കൊടുങ്കാറ്റിൽ ഞാൻ അതിനടുത്തുള്ള ഒരു ഗ്രാമാതിർത്തിയിലെത്തി. ആ ഗ്രാമത്തിലെ ഒരു നെയ്ത്തുകാരൻ എനിക്ക് ആശ്രയം നൽകി. ഞാൻ ആരാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ഞങ്ങളുടെ രാജാവിന്റെ മുഖ്യ ശത്രുവാണ്. താങ്കൾ ആരാണെന്നോ ആരെയും അറിയിക്കാതെ എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്ത് ഇവിടെ ജീവിക്കാം. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഞാൻ വിറകുവെട്ടുകാരനായി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ വിറകുവെട്ടാനായി ഉൾക്കാട്ടിലേക്ക് കയറിയ ഞാൻ ഒരു വലിയ മരത്തിന്റെ വേരിൽ ആഞ്ഞു വെട്ടിയതും ഒരു വ്യത്യസ്തമായ ശബ്ദം കേട്ടു. അതൊരു ലോഹത്തിന്റെ വാതിലായിരുന്നു. ഉയർന്നുവന്ന ആ വാതിൽ ഒരു രഹസ്യ കോട്ടയിലേക്കുള്ള കവാടങ്ങളായിരുന്നു. പടവുകളിറങ്ങി ഞാൻ ആ കോട്ടയുടെ ഉള്ളിൽ പ്രവേശിച്ചു. അത്ഭുതം! എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതിസുന്ദരിയായ ഒരു സ്ത്രീ. താങ്കൾ ജിന്നോ മനുഷ്യനോ? അവൾ അല്പം പേടിയോട് ചോദിച്ചു. മനുഷ്യനാണ്, ഞാൻ പറഞ്ഞു. എന്റെ ഉള്ളിലെ യൗവനം തുടിച്ചു. അവളുടെ കണ്ണുകളിൽ ഈറനണിഞ്ഞു. ഞാൻ ജോർജീസ് രാജ്യത്തെ രാജാവിന്റെ മകളാണ്. എന്റെ വിവാഹത്തലേന്ന് ഒരു ദുഷ്ടനായ ജിന്ന് എന്നെ പിടിച്ചുകൊണ്ടുവന്നതാണ്. 10 വർഷത്തിലേറെയായി ഞാനൊരു മനുഷ്യനെ കണ്ടിട്ട് അങ്ങെന്റെ അതിഥിയാണ് എന്നും പറഞ്ഞു അവൾ സത്കരിക്കാനൊരുങ്ങി. വിഭവസമൃദ്ധമായ ഭക്ഷണവും വീഞ്ഞും നൽകി. അതിനിടയിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതിയ ഒരു ചുവർ കാണിച്ച് അവൾ പറഞ്ഞു, അറിയാതെ പോലും ഇതിൽ തുടരുത്. ജിൻ എന്തെങ്കിലും ആവശ്യമുണ്ടേൽ വിളിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അതിൽ തൊട്ടാൽ അവൻ വരും. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീഞ്ഞിന്റെ ലഹരിയിൽ ഞാൻ ജിന്നിനെ വെല്ലുവിളിക്കാൻ തുടങ്ങി. അവൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും ആ ചുവരിൽ ഞാൻ ആഞ്ഞു ചവിട്ടി. ഉടൻ അവിടെ ആടി ഉലയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടവൾ എന്നോട് ഉടൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞു.
എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടെങ്കിലും എന്റെ മഴുവും ചെരുപ്പുകളും എടുക്കാൻ ഞാൻ മറന്നു. അയ്യോ, അറിയാതെ തൊട്ടുപോയതാണ്. അവൾ പേടിയോടെ വിക്കി വിക്കി പറഞ്ഞെങ്കിലും അവൻ സംശയത്തോടെ അവിടെ മുഴുവൻ പരതി. എന്റെ മഴു കണ്ട അവൻ സംശയത്തോടും ദേഷ്യത്തോടും അവളോട് ചോദിച്ചു, ഇവിടെ വന്ന് നിന്റെ രഹസ്യ കാമുകനെവിടെ? അവനെ ഞാൻ ഇന്ന് തുണ്ടം തുണ്ടമാക്കും.